ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും NBF ഖാൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ഉണക്കച്ചെമ്മീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ബൗളിൽ ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, മീഡിയം സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയുണ്ട്, മാങ്ങ വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് കറി വെച്ച് തുടങ്ങാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതും അല്പം മഞ്ഞൾപ്പൊടിയും പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് പുളിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അത് ഞാനിപ്പോൾ നല്ലവണ്ണം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റാം. അതിനുശേഷം പച്ചമുളക്, തക്കാളി, പച്ചമാങ്ങ ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്പം ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ച് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി മാങ്ങയൊക്കെ ഒരുവിധം വേവുന്നത് വരെ അടച്ച് വയ്ക്കണം. ഇപ്പം ഞാൻ തുറന്നിട്ടുണ്ട്. ഇപ്പം മാങ്ങയും തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ വെന്തത്. അത് കണക്കാക്കി വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമ്മളെ ചെമ്മീൻ കഴുകി വറുത്ത് ഉണക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി എന്നല്ല, സാധാ മുളക് പൊടി എരിക്ക് ആവശ്യമുള്ള 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കറിയായിട്ടാണ്, കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാണ്. പിന്നെ കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പ് പാകം നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കുറവാണെന്നുണ്ടെങ്കിൽ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് തിളയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്ത് ഞാൻ നന്നായിട്ട് തിളച്ച് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വന്നപ്പോഴത്തേക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ കറി റെഡിയായി. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.